വിജയിച്ചതൊക്കെ ശരി തന്നെ, പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് തരില്ല. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തട്ടിത്തെറിപ്പിച്ച് സീറ്റ് ഉറപ്പിക്കുമെന്ന വാശിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരും. തുടർച്ചയായി 4ാം തവണയും അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരും BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലാണ് തിരുവനന്തപുരത്ത് നടന്നത്. തിരുവനന്തപുരത്ത് വർഷങ്ങളായി വിശ്വസ്തമായ അടിത്തറ നേടിയ ശശി തരൂരിനെതിരെ ഒരു പുതുമുഖത്തെ രംഗത്തിറക്കിയത് BJPയുടെ കാര്യമായ ചൂതാട്ടമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥികൾക്ക് ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസ് നേതാവിനോട് കഴുത്തറപ്പൻ നയമായിരുന്നു സ്വീകരിച്ചത് എന്നാണ് വോട്ട് വിഹിതത്തിൽ പ്രതിഫലിച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ വിശ്വസ്ത അടിത്തറയുടെ പിന്തുണ നിലനിർത്താൻ തന്നെ ശശി തരൂർ ശ്രമിക്കുമ്പോൾ വർഷങ്ങളായുള്ള പ്രകടനത്തിൽ ആവേശഭരിതരാണ് BJP. ഇതുവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ച് കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ നോക്കുകയാണ് BJP. ഇത് ഫലം കാണും എന്ന് തന്നെ ഉറപ്പിക്കാം. എന്ത് വില കൊടുത്തും അധികാരം ഉറപ്പിക്കുകയാണ് BJP ഇത്തവണ. അടുത്തിടെ ANAക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തിരുവനന്തപുരത്ത് BJPയുടെ പ്രചരണത്തെക്കുറിച്ച് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ: അവർ ശക്തരായ കളിക്കാരായി മാറിയതിൽ അതിശയിക്കാനില്ല. കമ്മ്യൂണിസ്റ്റ് പ്രചരണം മങ്ങിയതുകൊണ്ട് BJP മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് നീങ്ങിയതാണ് എന്നാണ്. തിരുവനന്തപുരത്തെ മുൻ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 1977 മുതൽ പാർലമെന്റ് മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കോൺഗ്രസും തമ്മിൽ മാറി. എന്നാൽ 2009 തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യമായി വിജയിച്ചതിനു ശേഷം ശശി തരൂർ ഒരുപാട് മുന്നോട്ടു പോയി. മോദി തരംഗം എന്ന് പറഞ്ഞിട്ടും വിധിയെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ വിജയം. 2009, 2014, 2019 തിരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം തുടർച്ചയായി വർദ്ധിച്ചു. 2009 65.74% പോളിംഗ്, 2014 68.63%, 2019 73.45% ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 66.46% കുറഞ്ഞു. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിച്ച കോൺഗ്രസിന്റെ ശശി തരൂരും CPIയുടെ P. രാമചന്ദ്രൻ നായരും BJPയുടെ PK കൃഷ്ണദാസും തമ്മിൽ ത്രികോണ മത്സരം നടന്നു. ശശി തരൂർ 3,26,725 വോട്ടുകൾ നേടി. CPIയുടെ P. രാമചന്ദ്രൻ നായർ 99,998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. CPI സ്ഥാനാർത്ഥി 2,26,727 വോട്ട് നേടി. 84,094 വോട്ടുകൾ നേടി BJP ഏറെ പിന്നിലായിരുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ ആപ്കി ബാർ മോദി സർക്കാരിന് പിന്നിൽ ഇന്ത്യ അണിനിരന്നപ്പോൾ BJPയും തിരുവനന്തപുരം സീറ്റിൽ 2 അടി മുന്നേറി. ശശി തരൂരുമായുള്ള മത്സരത്തിലെ വ്യത്യാസം കുറച്ചു. BJP അതിന്റെ വോട്ട് വിഹിതം 20.92% വർദ്ധിപ്പിച്ചു. 2009 തിരഞ്ഞെടുപ്പിൽ നിന്ന് 10.20% വോട്ട് കുറഞ്ഞപ്പോൾ ശശി തരൂർ 2014 തിരഞ്ഞെടുപ്പിൽ 2,97,806 വോട്ടുകൾ നേടി. 2,82,336 വോട്ടുകൾ മാത്രമാണ് ശശി തരൂരിന് ലഭിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് 99,989 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് സീറ്റിൽ വീണ്ടും വിജയിച്ചു. BJPയുടെ കുമ്മനം രാജശേഖരനാണ് ശശി തരൂരിനെതിരെ മത്സരിച്ചത്. കാവി പാർട്ടിയുടെ മൊത്തം വോട്ട് വിഹിതം 1.02% കുറഞ്ഞപ്പോൾ കോൺഗ്രസിന് 7.10% വർദ്ധിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നായർ വേഴ്സസ് നായർ ഘടകം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ 2ാമത്തെ വലിയ ഹിന്ദു സമുദായമായ നായർ സമുദായം സംസ്ഥാന ജനസംഖ്യയുടെ 14% വരും. അതിന്റെ സംഘടനയായ നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരത്തിന് ഇറക്കിയപ്പോൾ അദ്ദേഹത്തെ ഡൽഹി നായർ എന്ന് വിളിച്ച് പരിഹസിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റി. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന അദ്ദേഹത്തെ ഡൽഹി നായർ എന്ന് വിളിച്ചതിൽ എനിക്ക് ഖേദമുണ്ടെന്നും അദ്ദേഹം ഡൽഹി നായരല്ല, അദ്ദേഹം കേരളത്തിന്റെ മകനും ആഗോള പൗരനുമാണു എന്നാണ് പിന്നീട് മാറ്റി പറഞ്ഞത്.
ഇപ്പോ തരൂരിന്റെ എതിരാളിയായ രാജീവ് ചന്ദ്രശേഖരും നായർ സമുദായ അംഗമാണ് എന്നതും ഇവിടെ പ്രത്യേകതയാണ്. 2009 മത്സരിക്കുമ്പോൾ ശശി തരൂരും ഒരു രാഷ്ട്രീയ പുതുമുഖമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ആളുകൾ മടുത്തു തുടങ്ങി എന്നതാണ്. CAA നടപ്പാക്കാത്തതും ലവ് ജിഹാദ് ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ടതും മുതൽ ദി കേരള സ്റ്റോറി എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വരെ കേരള സർക്കാരിനെയും കോൺഗ്രസിനെയും നേരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലെത്തിച്ചു. ശശി തരൂരിന്റെ ജനപ്രീതിയിൽ അസ്വസ്ഥനാകാതെ ലോക്സഭാ മണ്ഡലത്തിന്റെ മാനസികാവസ്ഥ തനിക്ക് അനുകൂലമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നു. ഏപ്രിൽ 23-ന് തിരുവനന്തപുരത്ത് പ്രചരണത്തിനിടെ ചന്ദ്രശേഖർ ANAയോട് പറഞ്ഞത് ഇങ്ങനെ: പൾസ് എനിക്ക് വ്യക്തമാണ്. പുരോഗതിയും തൊഴിലും വികസനവുമില്ലാതെ ജനങ്ങൾ മടുത്തു. ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിനെ കുറിച്ച് യുവാക്കൾ കൂടുതൽ നിരാശരാണ്. എല്ലാവർക്കും എന്തെങ്കിലും മാറ്റം ആഗ്രഹമാണ്. ഒരു MPക്കോ പാർട്ടിക്കോ നേതാവിനോ അവരുടെ ജീവിതം എങ്ങനെ രൂപാന്തരപ്പെടുത്താനാകും, മെച്ചപ്പെടുത്താനാകും, എങ്ങനെയൊക്കെ കഴിയും എന്ന് കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ സന്ദേശം. തിരുവനന്തപുരത്തുകാരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ശശി തരൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 15 വർഷമായി ഒരു ജോലിയും ചെയ്യാത്ത ഒരാളുടെ സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ലെന്നാണ് ചന്ദ്രശേഖരുടെ മറുപടി. ഒരു MP ആയിരിക്കുക എന്നതിനർത്ഥം ഒരു ജോലിയും ചെയ്യാതിരിക്കുക എന്നാണ് അദ്ദേഹം കരുതുന്നതെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ജോലിയുടെ വ്യാഖ്യാനം. ഉത്തരവാദിത്വവും പ്രതികരണശേഷിയും സഹാനുഭൂതിയുമുള്ള ഒരു MP എന്ന നിലയിൽ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ അവ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് എൻ്റെ വ്യാഖ്യാനം. പ്രശ്നങ്ങൾ കാണുമ്പോൾ കത്തെഴുതുന്നതിൽ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വിശദീകരണം. എന്തായാലും ഇത്തവണ തിരുവനന്തപുരം BJPക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിധിയെ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.